നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എഴുപത്തിയൊൻപതാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ലഹരിയിലാണ് പ്രവാസി മലയാളികളും. അബുദാബിയിലും ദുബായിലുമുള്ള നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ നൂറുകണക്കിന് പ്രവാസികളാണ് പങ്കെടുത്തത്. പ്രവൃത്തി ദിനമായിരുന്നിട്ടും നൂറുകണക്കിന് ആളുകളാണ് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായത്. അബുദാബി ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗം വായിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. A very happy 79th Indian Independence Day. As you have seen, we had the event today early in the morning because of the weather, but the kind of enthusiasm and participation and vigor that we have seen, that reflects the love and affection that Pravasi Indians have for their motherland. It is also a demonstration that as we move towards Viksit Bharat by 2047, our Pravasi brothers and sisters will play a very, very important role in making India a $30 trillion economy by 2047. So thank you to all my brothers and sisters for participating today, for showing their love for their nation. We have put up a photo exhibition displaying the history of Tiranga. Last year it was on the horrors of partition. This year it is on Tiranga. It also shows the journey of tricolor and one which we associate ourselves with. It shows the message of unity. It shows the essence of the Indian nation post 1947. So once again, an opportunity to thank all those who sacrificed for the good of the motherland, and not just during the independence struggle, but post independence in shaping the democracy that we are today. Thank you very much. പ്രവൃത്തി ദിനമായിട്ടും നിരവധി ആളുകളാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായത്. ഭാരതത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം നാട്ടിലെന്ന പോലെ ഒരു പക്ഷേ അതിലും ആവേശകരമായിട്ട് നമ്മൾ വിദേശമണ്ഡലത്തിൽ ആഘോഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യം നമ്മൾക്ക് തരുന്ന സമസ്ത സൗഭാഗ്യങ്ങളും സ്വാതന്ത്ര്യവും ചേർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തെ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു റൈറ്റ്സിൻ്റെ ഒപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെയും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ജീവത്യാഗങ്ങളുടെ ആകത്തുകയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അതിൻ്റെ പവിത്രതയോട് കൂടിയിട്ട് നമ്മൾക്ക് നെഞ്ചേറ്റാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനുവേണ്ടി എന്തൊക്കെയാണോ നമ്മൾ പൂർവികർ ചെയ്തത് അതേ ഭാവത്തിൽ മുന്നോട്ട് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. UAE ഭരണാധികാരികളും ഇന്ത്യക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആശംസാ സന്ദേശം കൈമാറി. UAEയിലെ വിവിധ സംഘടനകളും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അങ്കണത്തിൽ കോൺസൽ AK ജോൺ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. പ്രസിഡന്റ് നിസാർ തലങ്കര ദേശീയ പതാക ഉയർത്തി. P. ശ്രീപ്രകാശ് സ്വാഗതവും ഷാജി ജോൺ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യങ്ങളോടെയായിരുന്നു തുടക്കം. വൈകിട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ സാംസ്കാരിക പരിപാടിയും അരങ്ങേറി. ഇത് എല്ലാ ഇന്ത്യക്കാർക്കും ഒരു പ്രൗഡാവണ ഒരു ദിവസമാണ്.
ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എല്ലാ ഭാരതീയരും ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 16 വർഷമായി ദുബായിൽ വർക്ക് ചെയ്യണം. ദൈവം സഹായിച്ച് ഇതുവരെ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും ഇന്ത്യൻ കോൺസുലേറ്റിൽ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ എല്ലാവരും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. So it's a very special moment that we are here at the Consulate of Dubai, and being a proud Indian in Dubai, citizen of India in Dubai, is a very special moment to celebrate here in the Consulate of Dubai. We occasionally celebrate this at our home, not only Independence Day but many other stuff too. So very good moment, and it's the 79th Independence Day. So first of all I wish you all a happy Independence Day, and Jai Bharat, Jai Hind. Thank you. ജയ് ഹിന്ദ്. ഷാർജ HK റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് നിർത്തിയാണ് വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയനും ഉമൽക്കോൻ പ്രൊവിൻസും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. മധുര പലഹാര വിതരണവും ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് ചെയർമാൻ സന്തോഷ് കെട്ടേത്ത്, ഗ്ലോബൽ മീഡിയ ചെയർമാൻ VS ബിജുകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായി ആഘോഷിച്ചവർ നിരവധിയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1000-ലധികം ഉയരത്തിൽ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നത് തന്നെയായിരുന്നു ഇത്തവണയും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലെ വേറിട്ട കാഴ്ച. സാഹസിക സഞ്ചാരികളുടെ കൂട്ടായ്മയായ A4 അഡ്വഞ്ചർ കോർഫക്കാനിലെ റഫീസ ഡാം മലമുകളിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം എത്രമാത്രം വ്യത്യസ്തമായി ആഘോഷിക്കാമെന്നും എത്ര ഉയരത്തിൽ ത്രിവർണ്ണ പതാക പാറിക്കാമെന്നുമുള്ള ആശയം ഉൾക്കൊണ്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ പുലർച്ചെ തന്നെ ഹൈക്ക് ചെയ്ത് മലമുകളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. കുട്ടികളും മുതിർന്നവരുമടക്കം 100-ലധികം ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത്. A4 അഡ്വഞ്ചറിൻ്റെ 4ാമത്തെ വർഷമാണ് മൗണ്ടൈനിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം. നോർമലിൽ നമ്മൾ നാട്ടിൽ നമുക്ക് മിസ് ചെയ്യുന്ന ആ ഒരു ആഘോഷം നമ്മളിവിടെ ഈ ഒരു മൗണ്ടൈനിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ എല്ലാവരും ചെയ്യുക സീ ലെവലിലാണ്. നമ്മളൊന്നും കൂടെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മൗണ്ടൈനിലാണ്. ട്രക്കിങ്ങും ഹൈക്കിങ്ങൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ നമ്മുടെ ആഘോഷം, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഓണായാലും വിഷു ആയാലും ഈ പറഞ്ഞ പോലെ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാം നമ്മൾ മൗണ്ടൈൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേയും മൗണ്ടൈനിൽ ആഘോഷിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 110ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി അടക്കമുള്ള എമിറേറ്റ്സിൽ നിന്ന് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും. നമ്മുടെ ഇന്ത്യയുടെ 79ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് A4 അഡ്വഞ്ചേഴ്സിൻ്റെ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഒരു 110ഓളം മെമ്പേഴ്സ് ഇവിടെ അൽ റാഫിസ ഡാമിൽ സ്പെഷ്യൽ ഇൻഡിപെൻഡൻസ് ഡേ ഹൈക്കിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ ആഘോഷങ്ങളോടും കിസ് മത്സരങ്ങളോടും കൂടെ എല്ലാവരോടും ഒത്തുകൂടി നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം വളരെ മനോഹരമായി ആഘോഷിച്ചിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഏർലി മോർണിംഗിൽ ഡെക്കറേഷൻ ടീം നമ്മൾ 3 ബാച്ചായിട്ടാണ് വന്നത്. സോ ഡെക്കറേഷൻ ടീം ഫസ്റ്റ് ബാച്ച്, അതിന് സെക്കൻഡ്, തേർഡ് ആയിട്ടാണ് വന്നത്. സോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒമാനിലെ നയതന്ത്ര കാര്യാലയങ്ങളിലും ഇന്ത്യൻ സ്കൂളുകളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ കെങ്കേമമായാണ് നടന്നത്. അംബാസിഡർ GV ശ്രീനിവാസാണ് ഒമാനിലുള്ള ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒമാനിലെ പ്രവാസി സമൂഹം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിലാണ് പ്രധാന പരിപാടികളെല്ലാം നടന്നത്. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ പുലർച്ചെ 5:45 അംബാസിഡർ GV ശ്രീനിവാസ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ അംബാസിഡർ ഗാന്ധി പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇന്ത്യൻ അംബാസിഡർ വായിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി 100 കണക്കിന് ആളുകൾ ഇന്ത്യൻ എംബസിയിലെത്തിയിരുന്നു.
ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ആശംസകൾ നേർന്നു. സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യക്ക് തുടർച്ചയായ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രസിഡന്റിന് അയച്ച സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു. बन रहा है, सभी प्रमुख संख्यक अर्थव्यवस्था की मजबूत योजनाएं चला रहे हैं. जो लोग गरीबी रेखा से ऊपर तो आ गए. So the cultural performance which you witnessed today, the entire exercise was started around 2 months, 1.5 months ago, where we reached out to each and every member of the community, and those who wanted to join and participate were called upon to present and be a part of the Independence Day celebrations. And as you saw, that all the cultural performances were heartfelt, and this was a way of people of Indian community in Oman expressing themselves and joining themselves in the Independence Day celebration. So it was, of course, that genuineness and that heartfelt patriotic fervor was writ large on all the performances. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് 15th August 2025 ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒമാൻ എന്ന രാജ്യത്തിൽ നമ്മൾ വന്ന് ഇന്ത്യക്കാരായി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒത്തിരി സന്തോഷം. എംബസി ഓർഗനൈസ് ചെയ്ത ഈ ഒരു ഇവൻറ്റിന് എംബസിയോടും ഇവിടെ വന്ന ഇന്ത്യക്കാരോടും എല്ലാം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസ്. We are really happy to be a part of the Indian Independence Day celebrations organized by the Embassy of India. We are all proud to be Indians in a country like Oman. Thank you. ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നിരുന്നു. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ അംബാസിഡർ GV ശ്രീനിവാസ് വിശിഷ്ടാതിഥിയായി. ഇന്ത്യൻ സ്കൂൾസ് ഒമാനിലെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ, നീലം ഗോദവർത്തി എന്നിവർ പങ്കെടുത്തു. അംബാസിഡർ മാർച്ച് പാസ്റ്റ് പരിശോധിച്ചു. കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ, മസ്കറ്റിലെ വിവിധ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ മാർച്ച് പാസ്റ്റിൽ അണിനിരുന്നു. പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള രാജ്യത്തിന്റെ ദർശനം ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രപതിയുടെ സന്ദേശത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മുഖ്യാതിഥി വായിച്ചു. വിദ്യാർത്ഥികളുടെ അച്ചടക്കവും ഐക്യവും പ്രകടമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ചിത്രീകരിക്കുന്ന ആകർഷകമായ നാടക രേഖാചിത്രവും സ്കൂൾ ഗായക സംഘം അവതരിപ്പിച്ച ഏക് ഹേ ഭാരത് എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചു. മേരാ ഭാരത് മഹാൻ എന്ന പേരിൽ ഒരു ഊർജ്ജസ്വലമായ നൃത്തപരിപാടിയും നടന്നു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് അംഗങ്ങൾ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, രക്ഷകർത്താക്കൾ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെ വിലമതിക്കാനും സംഭാവന ചെയ്യാനും എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ തുറകളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും. സർക്കാർ തലത്തിലും അല്ലാതെയുമുള്ള ഇടപെടലുകളാണ് പുരോഗമിക്കുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അറിയാം.
യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസ് മുൻപൊന്നും കാണാത്ത വിധം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇക്കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന അറിയിപ്പാണ് വീണ്ടും ചർച്ചയെ സജീവമാക്കിയത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന അഭ്യർത്ഥനയുമായി യമനിലെത്തിയ നിമിഷപ്രിയയുടെ അമ്മയ്ക്കോ സഹായികൾക്കോ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ അവസരം ലഭിക്കാത്തത് ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിമിഷപ്രിയ തടവിൽ കഴിയുന്ന ജയിൽ ഹൂത്തി നിയന്ത്രിത മേഖലയിലാണ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര ഇടപെടലിനും തടസ്സമായി. ഈ സന്ദർഭത്തിലാണ് മതപണ്ഡിതനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന പ്രകാരം വിഷയത്തിൽ ഇടപെടുന്നത്. തന്റെ ആഗോള ബന്ധം പ്രയോജനപ്പെടുത്തി യമനിലെ സൂഫി പണ്ഡിതരുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. തലാലിന്റെ കുടുംബവുമായി ആദ്യമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങി എന്നതാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ സംഭവിച്ചത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീസിന്റെ നിർദ്ദേശപ്രകാരം തലാലിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരുമായി ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള സംഘം ചർച്ച ആരംഭിച്ചു. ചർച്ച അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ വധശിക്ഷ നീട്ടിവെക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. മോചനദ്രവ്യം വാങ്ങിയോ വാങ്ങാതെയോ തലാലിന്റെ മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷ റദ്ദാകുകയുള്ളൂ. മാപ്പ് നൽകാൻ തത്വത്തിൽ തലാലിന്റെ കുടുംബം തയ്യാറായി എന്നാണ് റിപ്പോർട്ട്. എന്നാൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര എന്ന കാര്യത്തിൽ അവ്യക്തത തുടർന്നു. $1 മില്യൺ എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോയത് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് സൂചന. അതിനുള്ള കാരണം മറ്റു മാർഗങ്ങളിലൂടെ ചിലർ തലാലിന്റെ കുടുംബങ്ങളുമായി നടത്തുന്ന ചർച്ചകളാണ് എന്നാണ് റിപ്പോർട്ട്. തലാലിന്റെ പിതാവിന്റെ പവർ ഓഫ് അറ്റോർണി കൂടിയായ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുമായാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും മറ്റും വിവർത്തനം ചെയ്ത് അബ്ദുൽ ഫത്താഹിന് ഒരു വിഭാഗം കൃത്യമായി എത്തിക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് അബ്ദുൽ ഫത്താഹ് മഹദി. എന്നാൽ കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാവ് റിയാദിലെ ബിസിനസ്സുകാരൻ വഴി $4 മില്യൺ മോചനദ്രവ്യം നൽകാമെന്ന് അറിയിച്ചതായും വിവരമുണ്ട്. റിയാദിലെ തന്നെ മറ്റൊരു ബിസിനസ്സുകാരൻ നടത്തുന്ന ചർച്ചയിൽ $5.5 ദശലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പല വഴികളിലൂടെ പലരും ബന്ധപ്പെടുമ്പോൾ മോചനദ്രവ്യം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പലരും ഇതിൽ ദുരൂഹതയും ആരോപിക്കുന്നുമുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമം നടത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം അനിശ്ചിതനാകാനുള്ള സാധ്യത കൂടുതലാണ്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമൻ സന്ദർശിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതും ആക്ഷൻ കൗൺസിലുമായി ഇടഞ്ഞു നിൽക്കുന്നവർ യമനിലെത്തി മറ്റൊരു വഴിയിലൂടെ ചർച്ച നടത്തുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. അടിയന്തരമായ ആരെങ്കിലും ഇടപെട്ട് ഈ ചർച്ചകളിലൂടെ ഏകോപനം ഉണ്ടാക്കുക എന്നതാണ് നിലവിൽ അനിവാര്യമായ നീക്കം. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.